എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവരാണ്, അവർ കാരണമാണ് എനിക്ക് ഒന്നും നേടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ വിധിയാണ്, അല്ലെങ്കിൽ ദൈവം നേരാവാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ബാഹ്യ ശക്തികളെ കുറ്റപ്പെടുത്താറുണ്ട് നമ്മൾ. പക്ഷേ ചിലപ്പോഴൊക്കെ അവനവൻ തന്നെയായിരിക്കും അവനവൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്. നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ജീവിതത്തെ സമീപിക്കുന്ന രീതി, ഇതൊക്കെയായിരിക്കും നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾക്ക് കാരണം, നിങ്ങൾക്ക് ജീവിതത്തിലൊന്നും നേടാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണോ അതോ മറ്റുള്ളവരാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സന്തോഷങ്ങളെക്കാൾ നിങ്ങൾ താല്പര്യം കൊടുക്കുന്നത് മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളതിനെക്കുറിച്ചാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളോട് തന്നെ ടോക്സിക് ആവുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾക്ക്, നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് തെറ്റല്ല എന്നും തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വേറെ ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. വേറെ ആളുകൾ എന്ത് കരുതും, അവർ മോശമായി ചിന്തിക്കുകയോ, അവർക്കെന്ത് തോന്നും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ സന്തോഷങ്ങളെ മാറ്റി വയ്ക്കുന്നത്, നമുക്ക് തെറ്റല്ല എന്ന് 100% ഉറപ്പുള്ളൊരു കാര്യം ചെയ്യാൻ മടിക്കുന്നത്, അതൊക്കെ നമ്മളോട് തന്നെ ടോക്സിക് ആവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ വളർച്ചയെ തടയുന്ന കാര്യമാണ്. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് അറിയാതെ വരിക. നമ്മുടെ അതിരുകൾ, എന്തും പറയാം നമ്മളെപ്പറ്റി, നമ്മളെ എന്തും ചെയ്യാം എന്നുള്ളൊക്കെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളെ അടിക്കാനും തൊഴിക്കാനും ഒക്കെ നമ്മൾ നിന്ന് കൊടുക്കുന്നത്, നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ, നമ്മളെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും വേറെ ഏതെങ്കിലും ബന്ധത്തിലാണെങ്കിലും ആളുകൾ ചുമ്മാ വന്ന് നമ്മളെ കണ്ടതൊക്കെ പറഞ്ഞിട്ട് പോവുക. നമ്മൾ പിന്നെയും അവരോട് സംസാരിക്കാൻ പോകും, ഒന്നും സംഭവിക്കാത്തതുപോലെ നമ്മൾ തന്നെ ക്ഷമിച്ച് കളയും. നമ്മൾ തന്നെ വീണ്ടും ആ ബന്ധം തുടരും. അവർക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് അറിയില്ല. അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ നമുക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിയില്ല. നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കാൻ, നിങ്ങളിനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരെ കൺഫ്രണ്ട് ചെയ്യാൻ, അത് നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് ഇല്ലാതെ വരുമ്പോൾ, അങ്ങനെയൊക്കെ പലപ്പോഴും പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ, വേണ്ടത് വേണ്ട സമയത്ത് പറയാനും നമ്മുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യാനും നമുക്ക് കഴിയാതെ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മളോട് തന്നെ ടോക്സിക് ആവുകയാണ്. പിന്നുള്ളതാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ കൂടെയുള്ളവരുടെ സുഖത്തിന്, സന്തോഷത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, നമ്മളെക്കൊണ്ട് സാധിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാരം മൊത്തം ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെയും നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഭാരങ്ങൾ മാത്രം എടുക്കുക, മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്താതിരിക്കുക. പലപ്പോഴും നമ്മളെ അന്യരൊന്നും ആയിരിക്കില്ല ചൂഷണം ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും. അത് നമ്മുടെ മാതാപിതാക്കളോ, സഹോദരങ്ങളോ, ബന്ധുക്കളോ, അല്ലെങ്കിൽ നമ്മുടെ മക്കളോ, ആര് വേണമെങ്കിലും ആയിരിക്കും. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാതെ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊക്കെ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് കുടുംബത്തിൻ്റെ ഭാരം മൊത്തം സ്വന്തം തലയിൽ വെച്ചിട്ട് അവസാനം നമ്മൾ പാപ്പരായി പോകുന്നൊരവസ്ഥ, നമുക്കൊന്നും നേടാൻ കഴിയാത്ത ഒരവസ്ഥ, നമ്മൾ കൊടുക്കുന്ന സഹായങ്ങളെല്ലാം കൈനീട്ടി മേടിച്ച ആളുകൾ പിന്നീട് നമുക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് തലയിൽ വെക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ അവനവൻ്റെ തന്നെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയണം നമ്മളെ ആരാണ് ചൂഷണം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾക്ക് കുറച്ചെങ്കിലും നന്ദി ഉള്ള ആളുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ, നമുക്കൊരു ഇമ്പോർട്ടൻസ് തരുന്ന ആളുകൾ ആണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ് യു ഓൾവേസ് സെറ്റിൽ ഫോർ ലെസ്. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും, സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിലും, ജോലിയുടെ കാര്യമാണെങ്കിലും, എല്ലാത്തിലും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നമുക്കറിയാം നമുക്ക് മോശപ്പെട്ട ഒരാളെയാണ് പാർട്ട്ണറായി കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും അവരുമായിട്ട് തന്നെ തുടർന്നു പോവുക. അതുപോലെ തന്നെ ഇത്രയൊക്കെ മതി, നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ സാഹചര്യത്തിനും അനുസരിച്ച് ജോലിയല്ല, വളരെ ചെറിയ ശമ്പളമാണെന്ന് അറിഞ്ഞിട്ടും ആ ജോലിയിൽ നിന്ന് മാറാതിരിക്കുന്നത്, അങ്ങനെ അത്രയൊക്കെ മതി എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയർത്താനുള്ള സാമ്പത്തികം നമുക്കുണ്ടായിട്ടും അതൊന്നും ചെയ്യാതിരിക്കുന്നത്, അതിനുവേണ്ടി കഷ്ടപ്പെടാതിരിക്കുന്നത്, നമുക്ക് സാധിക്കും പക്ഷെ നമുക്ക് ഇത്രയൊക്കെ മതി എന്നൊരു ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാനുള്ള
കൂടുതൽ കാര്യങ്ങൾ, പുതിയ ഗോൾസ് കണ്ടെത്താൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവണം. അങ്ങനെയൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ യു ഡോണ്ട് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു കാര്യം നല്ലതാണോ, അത് ഫ്ലോപ്പ് ആകുമോ, അത് വിജയിക്കുമോ, അല്ലെങ്കിൽ ഇവർ നമുക്ക് പറ്റിയ ആളാണോ, ഇവർ നമുക്ക് പറ്റാത്ത ആളുകളാണോ, നമുക്ക് ദോഷം ചെയ്യുന്ന ആളുകളാണോ എന്നൊക്കെയുള്ള ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻസ്റ്റിക്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനൊന്നും വില കൊടുക്കാതിരിക്കുക. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യം ചെയ്താൽ സക്സീഡ് ആവും എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. പക്ഷെ അതൊന്നും നമ്മൾ ഒക്കെ ബ്രഷ് ഓഫ് ചെയ്ത് പോകുന്ന ആളുകളാണ് നമ്മളെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയത്തിലെത്താനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരായിട്ട് അവനവനെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കുറവുണ്ട്, അവർക്ക് എന്തെല്ലാം, നമുക്കില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവർക്കുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവിടെയും നമ്മുടെ വിജയത്തിൻ്റെ തടസ്സം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കമ്മിയാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും കമ്പാരിസൺ നടത്തി നമ്മുടെ കുറവുകളെ എപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ്, സെൽഫ് വർത്ത് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിക്കാതിരിക്കുക. അവർ എന്തു പറയും, അവർ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ആവും. അവർ ഇത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് മോശമാണെന്നുള്ള ചിന്ത നമുക്കും വരിക. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിക്കാതിരിക്കുക. അതുപോലെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നൊക്കെ മറ്റുള്ളവരോട് വിശദീകരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവർക്കത് കൺവിൻസിങ് ആവുന്നുണ്ടോ എന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവനവൻ്റെ ഗ്രോത്തിന് അവനവൻ തന്നെ തടസ്സമാണ്. നിങ്ങളൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തില്ല, അത് പൂർണ്ണമായും നിങ്ങളുടെ മാത്രം കാര്യമാണ്. എന്തിനാണ് മറ്റുള്ളവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അത് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊരാളുടെ റിപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല ആ കാര്യത്തിൽ. അതുപോലെ തന്നെ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി വാദിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുക, ഒന്നിനും മുന്നോട്ട് വരാതിരിക്കുക. അപ്പോൾ നമ്മളെ കടന്ന് ഒരുപാട് പേര് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ ചാൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ, അയ്യോ അവർ പാവല്ല, അവർ പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്നേക്കാൾ ആവശ്യമുണ്ട് അതുകൊണ്ട് അവരത് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ വേണ്ടി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം നമ്മൾ പിന്നെ തന്നെ ആയിപ്പോകും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ നമ്മുടെ ചാൻസ് ഉപയോഗിക്കുക. മറ്റുള്ളവർ അവരുടെ കഴിവ് കൊണ്ട് ഉയർന്നു വന്നോളും. അല്ലാതെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പിന്നാക്കം പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് മുന്നോട്ട് വരാൻ പിന്നെ കഴിയില്ല. അതുപോലെ തന്നെ അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നത്, അവനവൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് കുറ്റബോധം തോന്നുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വളർച്ചയ്ക്ക്, നിങ്ങളുടെ സന്തോഷത്തിനൊക്കെ തടസ്സം നിങ്ങൾ തന്നെയാണ്. നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനൊന്നും കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ നീഡ്സാണ്, നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ വളർച്ചയ്ക്ക് അതൊക്കെ സഹായിക്കും. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ അപ്പിയറൻസ് നന്നാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവനവന് വേണ്ടി സമയം കണ്ടെത്തുന്നതിന്, മെൻ്റലി ഫിസിക്കലി ഒക്കെ അവനവന് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. അതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ അവഗണിച്ച് കളയാൻ നമുക്ക് കഴിയണം. നമ്മളെ ട്രസ്റ്റ് ചെയ്യണം, നമ്മളെ വിശ്വാസത്തിലെടുക്കണം, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്യണം. നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ ജീവിക്കാൻ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവനവന് മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ പുറത്തു പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഗ്രൂപ്പിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി ശബ്ദിക്കാൻ, അവനവന് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, അത് തീർച്ചയായും നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നമ്മൾ തന്നെയാണ്. നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ആശയം ചിലപ്പോൾ അത് വളരെ പൊട്ടത്തരായിരിക്കാം, നമ്മൾ വളരെ മറ്റുള്ളവർ അംഗീകരിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ ആശയത്തെപ്പറ്റി നമുക്ക് നമ്മുടെ ഐഡിയ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പറയാൻ നമ്മൾ മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ അത് നടന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. നമുക്ക് മനസ്സിൽ വരുന്നത് പുറത്ത് പറയാൻ നമുക്ക് കഴിയണം. നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും പിന്നോട്ട് വലിഞ്ഞ് പറയാൻ മറ്റുള്ളവരെന്ത് കരുതുമെന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളിൽ വരുന്നതൊക്കെ പറയാതിരിക്കുകയാണെങ്കിൽ
തീർച്ചയായും അത് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. പിന്നെയുള്ള കാര്യമാണ് അവനവൻ്റെ സെൽഫ് വർത്ത് ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് നമ്മളെ എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് മോശം ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ തന്നെ തടസ്സാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള ഒരു പന്തായിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. ആളുകൾക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, പിന്നെയും നമ്മൾ ചിരിച്ചിട്ട് അവരോട് വീണ്ടും പഴയ പോലെ തന്നെ ആവും എന്നൊക്കെയുള്ള ധൈര്യം അവർക്ക് കൊടുക്കാതിരിക്കുക. ഒരു തവണ ഇൻസൾട്ട് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ക്ഷമിക്കാം, നിങ്ങൾ ക്ഷമിച്ചോളൂ. പക്ഷേ ഒരിക്കലും പിന്നെയും അവർക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. രണ്ടാമത് അവരത് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിനെ, നമ്മൾക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ കൊണ്ടുപോകണം. അല്ലാതെ എപ്പോഴും ആളുകൾക്ക് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മോശം പറയാൻ വേണ്ടിയിട്ടും ഒക്കെ നിന്ന് കൊടുക്കാതിരിക്കുക. നമുക്ക് അപ്രീസിയേഷൻ കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾക്ക് യാതൊരു വിലയും തരാത്ത ആളുകളാണെങ്കിൽ, അപ്പോൾ അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് വെക്കുക. ആ സാഹചര്യത്തിലേക്ക് പോവാതിരിക്കുക. അങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക്, അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള ബന്ധം കുറച്ച് അകൽച്ച പാലിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മളെ ക്ഷണിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക. ഇൻവിറ്റേഷൻ കിട്ടിയില്ലെങ്കിൽ, നമ്മൾ പ്രോപ്പർലി ഇൻവൈറ്റഡ് അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മളെല്ലായിടത്തും പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളെ മറക്കുന്നവരെ നമ്മളും മറക്കുക. അല്ലാതെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. എന്താ വിളിക്കാത്തത്, എന്താ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും അങ്ങോട്ട് പോകാതിരിക്കുക. നമ്മളെ മറക്കുന്നവരെ നമ്മളും മറക്കുക, നമ്മളെ അവഗണിക്കുന്നവരെ നമ്മളും അവഗണിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലുമൊക്കെ നമ്മൾ ചതിക്കുക, ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ചതിക്കാനും ഇൻസൾട്ട് ചെയ്യാനൊന്നും പോകാതിരിക്കുക. അവരുടെ ലെവലിലേക്ക് നമ്മൾ താഴാതിരിക്കുക. മാപ്പ് കൊടുക്കുക, മൂവ് ഓൺ ചെയ്യുക. അത്രയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം.